എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തെന്നെ ഒന്ന് അറിയിക്കുക. ചില ദിവസങ്ങളിൽ നമ്മൾ ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തപ്പം തിരിഞ്ഞും മറിഞ്ഞും കിടക്കത്തില്ലേ? അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടോസ് ആൻഡ് ടേൺ എന്നാണ്. ടോസ് ആൻഡ് ടേൺ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. സോ ഒരു സെൻറ്റൻസ് ആയിട്ട് പറയുവാണെങ്കിൽ, എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ രാത്രി മുഴുവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? ഐ വാസ് ടോസിങ് ആൻഡ് ടേണിങ് ഓൾ നൈറ്റ്. ഐ വാസ് ടോസിങ് ആൻഡ് ടേണിങ് ഓൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു രാത്രി മുഴുവൻ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതിലും വലുതാക്കി പറയുക അല്ലെങ്കിൽ കൂട്ടി പറയുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എക്സാജറേറ്റ് ആണ്. എക്സാജറേറ്റ്. അപ്പോൾ നമുക്കിങ്ങനെ പറയണം, ഞാൻ കൂട്ടി പറയുകയാണെന്ന് അല്ലെങ്കിൽ ഉള്ളത് വലുതാക്കി പറയുകയാണെന്ന് അവർ കരുതുന്നു. അതെങ്ങനെ പറയും? They think I am exaggerating. They think I am exaggerating. Think എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അല്ലെങ്കിൽ കരുതുക എന്നാണ്. സോ ഞാൻ കൂട്ടി പറയുകയാണെന്ന് അവർ കരുതുന്നു എന്ന് പറയാനാണ് they think I am exaggerating. ഇനി അടുത്തത്, നമ്മൾ കുത്തിക്കുറിക്കുക എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ വൃത്തികേടായിട്ട് എഴുതുക. സോ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് സ്ക്രിബിൾ എന്നാണ്. സ്ക്രിബിൾ. അപ്പോൾ എനിക്കിങ്ങനെ പറയണം, അതായത് ഞാൻ ഈ കുത്തിക്കുറിച്ചത് നിനക്ക് വായിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെങ്ങനെ പറയും? ഐ ഹോപ്പ് യു ക്യാൻ റീഡ് മൈ സ്ക്രിബിൾ. ഐ ഹോപ്പ് യു ക്യാൻ റീഡ് മൈ സ്ക്രിബിൾ. ഐ ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് മീനിങ്. ഐ ഹോപ്പ് യു ക്യാൻ റീഡ് മൈ സ്ക്രിബിൾ എന്ന് പറഞ്ഞാൽ നിനക്ക് എൻ്റെ ആ കുത്തിക്കുറിച്ചെഴുതിയ എഴുത്ത് വായിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ്. റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നാണ് മീനിങ്. ഐ ഹോപ്പ് യു ക്യാൻ റീഡ് മൈ സ്ക്രിബിൾ. ഇനി ഒരു എക്സാമ്പിളോടെ പറയാം. കുഞ്ഞ് എൻ്റെ നോട്ട്ബുക്കിൽ മുഴുവൻ കുത്തിക്കുറിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയും? ദ ബേബി ഹാസ് സ്ക്രിബിൾഡ് ഓൾ ഓവർ മൈ നോട്ട്ബുക്ക്. ദ ബേബി ഹാസ് സ്ക്രിബിൾഡ് ഓൾ ഓവർ മൈ നോട്ട്ബുക്ക്. ഓൾ ഓവർ മൈ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ നോട്ട്ബുക്കിൽ മുഴുവൻ എന്നുള്ള മീനിങ് ആണ്. സോ ദ ബേബി ഹാസ് സ്ക്രിബിൾഡ് ഓൾ ഓവർ മൈ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ നോട്ട്ബുക്കിൽ മുഴുവൻ കുഞ്ഞ് കുത്തി വരച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുത്തിക്കുറിച്ചിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇനി അടുത്ത വേർഡാണ് സ്ട്രിക്റ്റ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ കർക്കശം അല്ലെങ്കിൽ കർശനമായ എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ പറയണം, അവളുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ അവളോട് വളരെ കർക്കശമായിരുന്നു. അതെങ്ങനെ പറയും? ഹെർ പാരൻസ് വർ വെരി സ്ട്രിക്റ്റ് വിത്ത് ഹെർ വെൻ ഷി വാസ് യങ്. ഹെർ പാരൻസ് വർ വെരി സ്ട്രിക്റ്റ് വിത്ത് ഹെർ വെൻ ഷി വാസ് യങ്. അവൾ കുട്ടിയായിരുന്നപ്പോൾ എന്ന് പറയാനാണ് വെൻ ഷി വാസ് യങ് എന്ന് പറഞ്ഞത്. വെൻ ഷി വാസ് യങ്. ഇനി അവളുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഹെർ പാരൻസ്. പിന്നെ അവളോട് വളരെ കർക്കശമായിരുന്നു എന്ന് പറയണം. വർ വെരി സ്ട്രിക്റ്റ് വിത്ത് ഹെർ. അപ്പോൾ അവളുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ അവളോട് വളരെ കർക്കശമായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹെർ പാരൻസ് വർ വെരി സ്ട്രിക്റ്റ് വിത്ത് ഹെർ വെൻ ഷി വാസ് യങ്. ഇനി അടുത്ത വേർഡാണ് കമ്പൽസറി. കമ്പൽസറി എന്ന് പറഞ്ഞാൽ നിർബന്ധം. അപ്പോൾ നമുക്കിങ്ങനെ പറയണം, എൻ്റെ സ്കൂളിൽ നീന്തൽ നിർബന്ധമായിരുന്നു. അതെങ്ങനെ പറയും? സ്വിമ്മിങ് വാസ് കമ്പൽസറി അറ്റ് മൈ സ്കൂൾ. സ്വിമ്മിങ് വാസ് കമ്പൽസറി അറ്റ് മൈ സ്കൂൾ. സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ നീന്തൽ. അപ്പം നീന്തൽ എൻ്റെ സ്കൂളിൽ നിർബന്ധമായിരുന്നു എന്ന് പറയാനാണ് സ്വിമ്മിങ് വാസ് കമ്പൽസറി അറ്റ് മൈ സ്കൂൾ. ഇനി അടുത്തത്, നമ്മൾ അതിഥി സൽക്കാരം അല്ലെങ്കിൽ ആതിഥ്യമര്യാദ എന്നൊക്കെ പറയത്തില്ലേ? അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഹോസ്പിറ്റാലിറ്റി. ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണം, നിങ്ങളുടെ ഈ അതിഥി സൽക്കാരത്തിന് നന്ദി എന്ന് പറയണം. അതെങ്ങനെ പറയും? താങ്ക് യു ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി. താങ്ക് യു ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി. അതായത് നിങ്ങളുടെ ഈ ആതിഥ്യമര്യാദയ്ക്ക് നന്ദി എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് ചാൻസ്. ചാൻസ് എന്ന് പറഞ്ഞാൽ അവസരം എന്നുള്ള മീനിങ് ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ പറയണം, എനിക്ക് അവളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയില്ല. അതെങ്ങനെ പറയും? I didn't get a chance to speak to her. I didn't get a chance to speak to her.
ഐ ഡിഡൻറ്റ് ഗെറ്റ് എ ചാൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരവസരം കിട്ടിയില്ല എന്നാണ്. ടു സ്പീക്ക് ടു ഹെർ എന്ന് പറഞ്ഞാൽ അവളോട് സംസാരിക്കാൻ. സോ അവളോട് സംസാരിക്കാൻ എനിക്കൊരവസരം കിട്ടിയില്ല എന്നെങ്ങനെ പറയും? ഐ ഡിഡൻറ്റ് ഗെറ്റ് എ ചാൻസ് ടു സ്പീക്ക് ടു ഹെർ. ഇനി ഒരു സെൻറ്റൻസ് കൂടെ പറയാം. എനിക്ക് എപ്പോൾ ഒരു അവസരം കിട്ടും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വെൻ വിൽ ഐ ഗെറ്റ് എ ചാൻസ്. വെൻ വിൽ ഐ ഗെറ്റ് എ ചാൻസ്. വെൻ വിൽ ഐ എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോൾ എന്നുള്ള മീനിങ് ആണ്. ഗെറ്റ് എ ചാൻസ് എന്ന് പറഞ്ഞാൽ അവസരം കിട്ടും എന്നാണ്. സോ വെൻ വിൽ ഐ ഗെറ്റ് എ ചാൻസ് എന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പോൾ ഒരു അവസരം കിട്ടും എന്നാണ് മീനിങ്. ഇനി അടുത്തത് അറ്റംപ്റ്റ്. അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രമം എന്നുള്ള മീനിങ് ആണ്. ഇപ്പം നമുക്ക് ഇങ്ങനെ പറയണം, ഇതെൻ്റെ രണ്ടാമത്തെ ശ്രമമാണ്. അതെങ്ങനെ പറയും? ദിസ് ഈസ് മൈ സെക്കൻഡ് അറ്റംപ്റ്റ്. ദിസ് ഈസ് മൈ സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ രണ്ടാമത്തെ ശ്രമമാണ് എന്നാണ് മീനിങ്. ഇനി അടുത്ത വേർഡാണ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ സംതൃപ്തി. ഇപ്പം നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി സംതൃപ്തിയാണ് പണത്തേക്കാൾ പ്രധാനം എന്ന് പറയണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാൻ ഫോർ മീ എന്ന് പറയാം. ഫോർ മീ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ മണി. ഫോർ മീ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ മണി. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ജോലി സംതൃപ്തി എന്നാണ്. ഇസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രധാനം എന്നുള്ള മീനിങ് ആണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി സംതൃപ്തിയാണ് പണത്തേക്കാൾ പ്രധാനം എന്ന് പറയാനാണ് ഫോർ മീ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ മണി. ഇനി അടുത്ത വേർഡാണ് കൺസീൽ. കൺസീൽ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഇപ്പം നമ്മൾ പഠിച്ച രണ്ട് വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാനൊരു സെൻറ്റൻസ് പറയാം. അവൾ അവളുടെ സംതൃപ്തി മറച്ചു വയ്ക്കാൻ ഒരു ശ്രമവും നടത്തിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷി മെയ്ഡ് നോ അറ്റംപ്റ്റ് ടു കൺസീൽ ഹെർ സാറ്റിസ്ഫാക്ഷൻ. ഷി മെയ്ഡ് നോ അറ്റംപ്റ്റ് ടു കൺസീൽ ഹെർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഷി മെയ്ഡ് നോ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അവൾ ഒരു ശ്രമവും നടത്തിയില്ല എന്നാണ്. ടു കൺസീൽ ഹെർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അവളുടെ സംതൃപ്തി മറച്ചു വയ്ക്കാൻ എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്ത വേർഡാണ് അഫെക്ഷൻ. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്നേഹം, വാത്സല്യം എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയണം, അവൻ തൻ്റെ ആദ്യത്തെ സ്കൂളിലെ അധ്യാപകരെ വളരെ സ്നേഹത്തോടെ ഓർത്തു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഹി റിമെമ്പേർഡ് ദ ടീച്ചേഴ്സ് അറ്റ് ഹിസ് ഫസ്റ്റ് school with great affection. He remembered the teachers at his first school with great affection. Remember എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നാണ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അധ്യാപകർ. അറ്റ് ഹിസ് ഫസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആദ്യത്തെ സ്കൂളിലെ എന്നുള്ള മീനിങ് ആണ്. പിന്നെ വിത്ത് ഗ്രേറ്റ് അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ. സോ അവൻ്റെ ആദ്യത്തെ സ്കൂളിലെ അധ്യാപകരെ അവൻ വളരെ സ്നേഹത്തോടെ ഓർത്തു എന്ന് പറയാനാണ് ഹി റിമെമ്പേർഡ് ദ ടീച്ചേഴ്സ് അറ്റ് ഹിസ് ഫസ്റ്റ് സ്കൂൾ വിത്ത് ഗ്രേറ്റ് അഫെക്ഷൻ. ഇനി അടുത്ത വേർഡാണ് കൺഫൈൻ. കൺഫൈൻ എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. സോ നമുക്ക് ഇങ്ങനെ പറയണം, നിങ്ങൾക്ക് കുട്ടികളെ പരിമിതമായ സ്ഥലത്ത് ദീർഘനേരം നിർത്താൻ കഴിയില്ല. അതെങ്ങനെ പറയും? യു കാൺട്ട് കീപ് കിഡ്സ് in a confined space for long. You can't keep kids in a confined space for long. എന്ന് പറഞ്ഞാൽ യു കാൺ കീപ് കിഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളെ നിർത്താൻ കഴിയില്ല എന്നാണ്. ഇൻ എ കൺഫൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ സ്ഥലത്ത് എന്നുള്ള മീനിങ് ആണ്. ഫോർ ലോങ് എന്ന് പറഞ്ഞാൽ കുറേ സമയത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ദീർഘനേരം കുട്ടികളെ പരിമിതമായ സ്ഥലത്ത് നിർത്താൻ കഴിയില്ല എന്ന് പറയാനാണ് യു കാൺ കീപ് കിഡ്സ് ഇൻ എ കൺഫൈൻഡ് സ്പേസ് ഫോർ ലോങ്. ഇനി അടുത്ത വേർഡാണ് അപ്രോച്ച്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സമീപിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ നമുക്ക് ഇങ്ങനെ പറയണം, എനിക്ക് ആ പ്രശ്നത്തെ എങ്ങനെ സമീപിക്കണമെന്ന് ഒരു നിശ്ചയമില്ല. അതെങ്ങനെ പറയും? ഐ എം നോട്ട് ഷുവർ ഹൗ ടു അപ്രോച്ച് ദാറ്റ് പ്രോബ്ലം. ഐ എം നോട്ട് ഷുവർ ഹൗ ടു അപ്രോച്ച് ദാറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പ്രശ്നത്തെ എങ്ങനെ സമീപിക്കണമെന്നൊരു നിശ്ചയമില്ല എന്നാണ് മീനിങ്. ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞാൽ എനിക്ക് നിശ്ചയമില്ല എന്നുള്ള മീനിങ് ആണ്.
സോ ഐ എം നോട്ട് ഷുവർ ഹൗ ടു അപ്രോച്ച് ദാറ്റ് പ്രോബ്ലം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.